തിരുവനന്തപുരത്ത് പലയിടത്തും ശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വീണ്ടും മുന്നറിയിപ്പുണ്ട്. സുനിഷ ഏലൂർ ചേരുന്നുണ്ട്. ചാല മാർക്കറ്റിലാണ് സുനിഷ ഏലൂർ ഇപ്പോൾ ഉള്ളത്. സുനിഷ, ഗുഡ് ഈവനിങ് സുനിഷ. വൺസ് അഗെയിൻ, എന്താണ് അവസ്ഥ? ഇപ്പോഴും മഴ തുടരുകയാണോ? കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വീണ്ടും മുന്നറിയിപ്പുണ്ട്. എന്താണ് ചാല മാർക്കറ്റിലെ അവസ്ഥ? അരുൺ, കഴിഞ്ഞ ഒരു മണിക്കൂറായി തലസ്ഥാനത്ത് മഴ ശക്തമായിരുന്നു. ആ മഴ ശക്തമായതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ചാല മാർക്കറ്റിൽ പൂർണ്ണമായി ഇതാ ഒരു മുട്ടോളം വെള്ളം കയറിയ സ്ഥിതിയാണ്. സാധാരണ രീതിയിൽ തന്നെ നല്ല ശക്തമായ മഴ നിർത്താതെ ഒരു 3-4 മണിക്കൂറൊക്കെ പെയ്താൽ സാധാരണ രീതിയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇതേപോലെ വെള്ളത്തിലാകുന്നത് സർവ്വസാധാരണമാണ് തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ ഒരു മണിക്കൂർ പെയ്യും മുന്നേ തന്നെ ഈ ചാല മാർക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഏറെക്കുറെ മഴ തോർന്നിട്ട് തന്നെ ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും വെള്ളക്കെട്ട് മാറിയിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഓരോരുത്തരും ഈ ഉന്തുവണ്ടികളിൽ ഈ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ ഉള്ള ആളുകളാണ്. അവരൊക്കെ തന്നെയും ഈ വണ്ടികൾ മാറ്റുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇനി അങ്ങോട്ട് രാത്രിയിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അടുത്ത 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ പല ഭാഗങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മഴ തോർന്നു പോകുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ ഈ വെള്ളം ഒഴുകി പോകാറുമാണ് പതിവ്. നമ്മളൊരു വെള്ളക്കെട്ട് കണ്ട് മഴ തോർന്നു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന കാഴ്ച കാണാറുമുണ്ട്. പക്ഷേ ഇത്തവണ ഈ ചാല മാർക്കറ്റിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. ഇവർ പറയുന്നത് ഈ ഓട പൂർണ്ണമായും വൃത്തിയാക്കാത്തതായിരിക്കാം ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ്. അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വന്നതിന് ശേഷം, അതായത് ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് അതാണ്. കാണാം, ഇതാ ഇവരൊക്കെ തന്നെയും ഈ കാര്യങ്ങളൊക്കെ മാറ്റിച്ചേട്ടാ. നേരത്തെ നല്ല മഴയാവുമ്പോഴേക്ക് ഇങ്ങനെയാണോ സാധാരണ രീതിയിൽ ഉണ്ടാകാറ്? ഇത് മോശം അവസ്ഥ തന്നെയാണ്. ഇത് ഓപ്പറേഷൻ അനന്ത വന്നതിന് ശേഷമാണ് ഇത്രയും ഈ ഓടയുടെ പ്രശ്നമാണ്. അതെ, മറ്റേ എല്ലാ ഭാഗത്തുള്ളതും കൂടി ഈ ഭാഗത്തൊന്നും അടിയുന്ന പോകാനുള്ള സംവിധാനം ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് മാറ്റുന്ന തിരക്കിലാണ് കേട്ടോ. ഇതൊക്കെ മാറ്റാൻ പോവാണ് ഇവിടുന്ന്. അങ്ങനെ മാറ്റി സുരക്ഷിതമായിട്ട് ഞങ്ങൾ പോകും. ഇതാണ് ഈ റോഡിലേക്ക് ഇതൊക്കെ തന്നെയും മാറ്റി മഴ കൊള്ളാതെ ഈ വെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. താങ്ക് യു സുനിഷ. സുനിഷയാണ് ചാല മാർക്കറ്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.